ഹലോ. അപ്പോൾ ഇന്നലെ ഹലോ മമ്മി കണ്ടതിന് ശേഷം ഇന്ന് കണ്ട സിനിമയാണ് സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനി വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമയാണ്. ബേസിൽ ജോസഫും നസീർ നാസിമും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ, അങ്ങനെ പല പ്രത്യേകതകളുള്ളൊരു സിനിമയാണ് സൂക്ഷ്മദർശിനി. ആ എക്സ്പെക്റ്റേഷനൊക്കെ വളരെയധികം നീതി പുലർത്തുന്ന ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. കോമഡി എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നതെങ്കിൽ അവർക്ക് തെറ്റി. ഇതൊരു കോമഡി സിനിമയല്ല, ദിസ് ഇസ് എ മിസ്റ്ററി ത്രില്ലർ. തുടക്കം മുതൽ അവസാനം വരെ ആ കൈൻഡ് ഓഫ് ഇൻട്രിക്കിംഗ് മൊമെന്റ്സ് വളരെയധികം നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് സൂക്ഷ്മദർശിനി. അതാ സ്പോയിലേഴ്സൊക്കെ അറിയുന്നതിന് മുമ്പേ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിട്ടുള്ള സമയത്ത് സ്പോയിലേഴ്സൊക്കെ പുറത്തേക്ക് വരും. സോ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഒരു സുഖം കിട്ടുമായിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ബേസിലും നസ്രിയും സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് സിനിമയിൽ. ദെൻ ഡയറക്ടർ MC ജിതൻ വളരെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ബാക്കി ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ് ഉണ്ട് സിനിമയിൽ. പിന്നെ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ അഖില ഭാർഗവൻ, പിന്നെ പൂജ, അങ്ങനെ പലരും സിനിമയിലുണ്ട്. അവരൊക്കെ നന്നായിട്ട് പല തമാശ സീൻസൊക്കെ അവർ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അവരൊരു നസ്രിയുടെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഫൈൻഡിങ് ഔട്ട് അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ഒരു രസമുള്ള സീനാണ്, പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പോയിലർ. നല്ല രസമാണ് സംഭവം. തമാശ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ തന്നെ കുറച്ച് ഒക്കെ തമാശയുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ ഗ്യാരണ്ടി ചെയ്യുന്നത്.